ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഗാർഡനിങ്ങാണ്. അപ്പോൾ ഇന്ന് ഗാർഡനിങ് ഇറങ്ങുന്നില്ല, ചെറിയ തൊണ്ടയടപ്പും ജലദോഷവും പണിയൊക്കെയാണ്. അതുകൊണ്ട് ഗാർഡനിങ് ഇറങ്ങുന്നില്ല. അപ്പോൾ ഇൻഡോറിൽ കുറേ ടേബിളിൽ ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്ന ചെടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ ഈ 2 ടേബിളിൽ ഇരിക്കുന്ന ചെടികളും മാറ്റി വയ്ക്കുന്നതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ ആദ്യം എല്ലാത്തിലും വെള്ളം ഒഴിച്ചു. ഇനി ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഈ ടേബിൾ മൊത്തം വൃത്തിയാക്കണം. പിന്നെ ഇത് ഇൻഡോർ ആയതുകൊണ്ട് എന്നും വെള്ളം ഒഴിക്കേണ്ട, ആഴ്ചയിലൊന്ന് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ മാസത്തിലൊന്ന് ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന രീതി മാറ്റാറുണ്ട്. ചിലപ്പോൾ 2 മാസം കൂടുമ്പോഴായിരിക്കും, പക്ഷേ ഉണങ്ങുന്നതനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതിയായിരിക്കും. ഇപ്പോൾ ഇത് ഈ രീതി വെച്ചിട്ട് 1-2 മാസമായി. ഞാൻ ഇന്ന് ഓർത്ത് ഇതെല്ലാം എടുത്ത് മാറ്റിയിട്ട് കുറേ മാറ്റൊക്കെ തയ്ച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെയൊക്കെ വെക്കാവുന്ന എന്ന് വെച്ചാൽ എന്നും നമ്മൾ തൂത്ത് തുടച്ചാലും ഇതിൻ്റെ ഇടയ്ക്കൊക്കെ പൊടി കാണും. അപ്പോൾ എപ്പോഴും നമ്മളിത് മാറ്റിക്കൊണ്ടിരുന്ന ഈ ചെടി ഇത്രയും ഭംഗിയായിട്ട് നിൽക്കത്തുമില്ല. അപ്പോൾ വല്ലപ്പോഴും എടുത്ത് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെയും തിരിച്ച് റീപ്ലേസ് ചെയ്ത് വെക്കണം. ഒന്നാമത് നമ്മൾ ശ്രദ്ധ കുറയുമ്പം ആ ചെടിയെല്ലാം ചെറിയ പോട്ടിലായതുകൊണ്ട് അതുപോലെ മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഉണങ്ങിപ്പോകും. ഇതേ ചെടി ഒത്തിരി നീളത്തിൽ വളർന്നിട്ടുണ്ട്. അതൊക്കെ ഇനി അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. ഈ 2 പോട്ടിയിരുന്ന ചെടി, ഇത് ഐസ്ക്രീം ഡപ്പയാണ്. അത് ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനകത്തിരുന്ന ചെടി ഉണങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയിട്ട് അതേ വേറെ പുതിയ ചെടി വെക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. ഇത് കഴിഞ്ഞ വർഷം ക്രിസ്മസ് സമയത്ത് ഒരു കുപ്പി ഇങ്ങനെ ഒരു 3 കുപ്പി ഒരേപോലെ കിട്ടിയപ്പം ഞാൻ ചെയ്തു വെച്ചതാണ്. ജോയ് എന്ന് പറയുന്നത് പെയിൻറ്റിങ് ചെയ്തതാണ്. അപ്പം നമ്മുടെ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. എൻ്റെ കൂടെ ഇന്ന് സഹായിക്കാൻ ജോസിനിയും കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മാറ്റ് ഞാൻ ഈ ബിറ്റ് തുണിയൊക്കെ കൊണ്ട് തയ്ക്കുന്നതാണ്. അങ്ങനെ തയ്ച്ച് വെച്ച മാറ്റ് ഇതിങ്ങനെ ഇടയ്ക്ക് ഇടും, പിന്നെ ഇത് മാറ്റിയിട്ട് വേറെ രീതിയിൽ വയ്ക്കും. അപ്പോൾ അങ്ങനത്തെ മാറ്റ് 2 സൈഡ് 2 റൗണ്ടായിട്ട് ചെടി വയ്ക്കാനാണ്. ഓരോരോ ഐഡിയ നമുക്ക് വരുന്ന ഓരോരോ ദിവസത്തെ ഓരോരോ ഐഡിയ അനുസരിച്ച് മാറ്റി വയ്ക്കുക. അപ്പോൾ അതിൻ്റെതായ ഭംഗി കാണും. വയ്ക്കുമ്പം ഒരു ഡിഫറെൻറ്റ് ലുക്ക് കിട്ടുമ്പോൾ ഇന്നുകൂടെ കാണാൻ ഭംഗിയല്ലേ. ഗാർഡനിങ് ആണേലും വീട് ഡെക്കറേറ്റ് ചെയ്യുന്നതാണേലും എപ്പോഴും ഒരേ രീതിയിരിക്കുമ്പോൾ നമുക്ക് മടുപ്പാണ്. അപ്പോൾ ഒരു ചേഞ്ച് എല്ലായിടത്തും നല്ലതാണ്. അതുപോലെ നമ്മൾ ക്ലീനിങ് എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നടക്കത്തില്ല. ചില ദിവസം പകുതി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമുക്ക് ബെൻഡിങ് വരുന്നത്. അത് വിട്ടിട്ട് അടുത്ത ജോലിക്ക് പോകും. അങ്ങനെയൊക്കെ വരുമ്പം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റം വയ്ക്കുന്നത് നല്ലതാണ്. എനിക്കിഷ്ടമാണ്. മെയിനായിട്ട് ഞാൻ മൂഡ് ഓഫ് ആക്കുമ്പോൾ നല്ല ക്ലീനിങ് പരിപാടിയായിരിക്കും. ഇപ്പോൾ 2 റൗണ്ട് വെച്ച് കഴിഞ്ഞു. ഇത് CC പ്ലാന്റിൻ്റെ 4 വെറൈറ്റി ഞാൻ ഓരോരോ പോട്ടിൽ വെച്ചിട്ടുണ്ട്. അത് ഇത്രയും ഇവിടെ വേറെ ഡിസൈനായിട്ട് വയ്ക്കും. അപ്പോൾ ഓരോരോ പ്ലാന്റും ഓരോരോ സെപ്പറേറ്റ് എന്ന് വെച്ചാൽ ഓരോന്നിൻ്റെയും വെള്ളത്തിൻ്റെ രീതികൾ വേറെയാണ്. അതിന് കെയർ കൊടുക്കുന്ന വേറെ രീതിയാണ്. അപ്പോൾ അത് രണ്ടും ഒരു ലൈനിൽ വയ്ക്കുവാണെങ്കിൽ നമുക്കതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എൻ്റെ തൊണ്ടയെല്ലാം അടഞ്ഞിരിക്കുന്നതുകൊണ്ട് സൗണ്ട് ഇച്ചിരി കുറവായിരിക്കും, ക്ലിയർ അല്ലായിരിക്കും. എന്നാൽ ഇന്ന് എങ്ങനെയും മുടക്കാതെ വീഡിയോ ഇടണമെന്നൊരാഗ്രഹം ഉള്ളതുകൊണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടുവാണ്. ഈ ഒരു കാര്യം ഭംഗിയായിട്ട് ചെയ്തപ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതല്ലേ ഒരു ഹാപ്പിനെസ്. ഇന്ന് എന്തെങ്കിലും ചെയ്തു എന്നുള്ള തൃപ്തി. അപ്പോൾ ഈ ഒരു ടേബിളെ അറേഞ്ച്മെൻ്റ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇരുന്നതിനേക്കാളും ഇപ്പോൾ കാണാൻ ഇച്ചിരി കൂടെ ലുക്കില്ലേ. ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇങ്ങനെ ബെൻഡിങ് ആയിരുന്നിട്ട് ആ കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇത് കണ്ടപ്പോൾ ഒരു സന്തോഷം. ഇവിടുത്തെ കഴിഞ്ഞു. ഇനി ഇതുപോലെ ഇനിയൊരു ടേബിളും ഈ സൈഡിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ടേബിളും കൂടെ ഇന്ന് തന്നെ ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ അവിടെ നിന്ന് ചെടിയെല്ലാം ഇങ്ങോട്ട് വെച്ചിട്ട് അത് വൃത്തിയാക്കി ഇനി ഇതെല്ലാം മാറ്റണം. ഇതെല്ലാം മാറ്റിയിട്ട് ഈ ടേബിളിലും ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഈ ചെടിയെല്ലാം ഒന്ന് തുടച്ചിട്ട് പിന്നെയും റീപ്ലേസ് ചെയ്യാനാണ്. ഇത് 10 മണി ഞാൻ വെയിലത്ത് വെച്ചിരുന്നതാണ്, പക്ഷേ അതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇവിടെ വെച്ചത് കൊണ്ട് അത് പിന്നെയും സ്ഥലം മാറ്റാൻ പോവുക. ഞാനിതിനു മുമ്പേ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ചില ചെടികൾ ഞാൻ 2-3 സ്ഥലത്ത് വെച്ച് നോക്കും. എവിടെ വെച്ചാൽ ഭംഗിയായിട്ട് വരുന്നോ അങ്ങനെ നോക്കാൻ വേണ്ടിയിട്ടും കൂടെയാണ്. ചില സ്ഥലത്ത് ചില ചെടികൾ നല്ല ഭംഗിയായിട്ട് കിളുത്ത് നിൽക്കും, ചിലപ്പോൾ അത് ശരിയാകത്തുമില്ല. ഇവിടെയും ക്ലീനിങ് കഴിഞ്ഞു. ഇവിടത്തെയും ഒരു മാറ്റ് ഇതുപോലെ ഞാൻ ബിറ്റ് തുണി കൊണ്ട്, എൻ്റെ പഴയ ചുരിദാറിൻ്റെ തുണികളൊക്കെയാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ട് ഒരു മാറ്റ് പോലെ തയ്ച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേളിൽ ഈ ചെടി നമ്മൾ അടുക്കി വയ്ക്കുക. അതിനകത്ത് 2 കാര്യമുണ്ട്.
കാണാൻ വൃത്തിയുമുണ്ട്. നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിക്കുന്നത് കൂടിപ്പോയാലും അത് ടേബിളേ ആകാതെ ആ തുണിയെ പിടിച്ചിരുന്നോളും. ഞാൻ അടിയിലെല്ലാം പാത്രം വെച്ചിട്ടുണ്ട്. എന്നാലും ചിലപ്പം നമ്മുടെ കയ്യിൽ നിന്ന് അബദ്ധം വരുമല്ലോ. അപ്പോൾ ടേബിൾ നനയാതെ ആ തുണിയിലിരുന്നോളും. അതാണ് അതിനകത്തെ 2 കാര്യം എന്ന് പറഞ്ഞാൽ. അപ്പോൾ എത്ര യൂസ് ഉണ്ട് ഇതുകൊണ്ട്. വേസ്റ്റ് പാത്രം നമ്മൾ കളയണ്ട, വേസ്റ്റ് തുണി കളയണ്ട, ടേബിളും വൃത്തിയാകാതെ ഇരിക്കും, കാണാനും ഭംഗിയായിട്ടിരിക്കും. ഞാൻ എപ്പോഴും എന്ത് സാധനം കിട്ടിയാലും അതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ആലോചിച്ച് അത് ചെയ്ത് തീരാതെ എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ആകത്തില്ല. ഇങ്ങനെ നമ്മൾ വിചാരിച്ച കാര്യമെല്ലാം നടന്നു കഴിയുമ്പോൾ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.